സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്തൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോണത്. ഇവിടെ നിറച്ച് വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി വെള്ളച്ചാട്ടം കാണാമെന്ന് വിചാരിച്ച് തന്നെ വെള്ളച്ചാട്ടം കാണാം. പോകുന്ന വഴിയിലെ റോഡുകളെല്ലാം വളരെ ശോകമാണ്. ഇവിടെ അങ്ങനെ ടാറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഡ്രസ്സുകളാണ് ഇവർ ധരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു സാരി പോലത്തെ ഒരു ഡ്രസ്സ് ചുമ്മാ മടക്കി കുത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇതിലേറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് പറയുന്നത് റോഡ് മാത്രമാണ്. ഈ റോഡ് അത്രയ്ക്കും മോശമാണ്. പോകുന്ന വഴിയിൽ കുറേ നെൽപ്പാടങ്ങളും മലകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടികളെല്ലാം വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ നിറച്ചും ചരലായത് കൊണ്ട് തന്നെ തെന്നി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ആസാമിലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ബാമ്പു ആണ് കേട്ടോ, അതായത് മുള. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും മുളകൾ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ പിക്കപ്പിലും അല്ലെങ്കിൽ വലിയ ലോറിയിൽ വരെ മുളകൾ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ പ്രധാനമായ വരുമാനം തന്നെ മുളയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ്. മുള കൊണ്ട് പല രീതിയിൽ വസ്തുക്കൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. പാടങ്ങളെല്ലാം വളരെ മനോഹരമാണ്. നോക്കത്ത ദൂരത്താണ് പാടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഡിക്രു ടിപ്പൈ വാട്ടർഫാൾ പാഖ്ലോങ് കാം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വായിലൊന്നും കൊള്ളാത്ത പേരുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇതാ ഒരു കൊച്ചു നമുക്ക് ടാറ്റയൊക്കെ തന്നു കേട്ടോ. ഈ വാട്ടർഫാളിൻ്റെ എൻട്രൻസിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പോകണം കേട്ടോ. ഇതേപ്പോൾ നമ്മുടെ ചെക്കന്മാർ മുമ്പിൽ പോകുന്നു. അവന്മാർ ഹിന്ദിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവനാണ് ധ്രുബോട്ടോ. ഇവൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ചുവന്ന ടീഷർട്ട് ഇട്ടവൻ. ഈ സൈഡിൽ ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. ഈ അരുവിയുടെ മെയിൻ സ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സ്ഥലത്താണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ആസാമിൽ തന്നെ 3rd ടോപ്പിൽ നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയയിലെത്തി. ഇവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് മുകളിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റിക്കൊണ്ടേ പോകുന്ന വഴിയിൽ ബീറും കുപ്പികളൊക്കെ അങ്ങനെ കുറേ അവർ വാരി കൂട്ടിയിട്ടിട്ട് കാണാൻ പറ്റും. കുത്തനായ സ്ഥലമാണ് കേട്ടോ ഈ പ്രദേശമെല്ലാം. ഇവിടേക്ക് ഈ പൈപ്പിലെ വഴി വെള്ളവും മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി അതാ അവിടെ കൊണ്ടുവച്ചിട്ട് വരികയാണ് ഇവർ. താഴേന്ന് ഇത്തിരി നടന്നു വരാൻ ആഗ്രഹമുള്ളവർക്ക് നടന്നു വരാം, ഇല്ലാത്തവർക്ക് വണ്ടി ഇവിടെ വരെ മുകളിൽ കയറ്റാം. അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. വളരെ വലുതാണ്. നമ്മൾ ഈ ഫോണിൽ എത്രമാത്രം വലുതായി കാണുന്നു എനിക്ക് അറിയില്ല. അപ്പം ഞാൻ നേരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ട് വേണം അവിടെ എത്താൻ കേട്ടോ. ക്യാമറ ഫുള്ളും നനയും, കാരണം ഇവിടെ അത്രയ്ക്കും ഈർപ്പമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റെപ്പുകളെല്ലാം വളരെ വഴുക്കലുള്ള സ്റ്റെപ്പുകളാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇത്ര പ്രയാസമാണ്. അപ്പോൾ ഇതാണ് മുകളിൽ കയറിയിട്ടുള്ള കാഴ്ച കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതൊരു 2-3 സ്റ്റേജ് ആയിട്ടാണ് ഈ വെള്ളം വീഴുന്നത്. അതിമനോഹരമായ വെള്ളച്ചാട്ടം തന്നെ പറയാം. ഇവിടെ നിൽക്കാൻ ചെറിയ സ്ഥലമുള്ളൂ, അതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാർ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാഗി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴികൾക്ക് നമുക്ക് കുറേ കടകളൊക്കെ കാണാം. ഈ കാണുന്ന മുള വിൽക്കാൻ വെച്ചിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർ മുള കൊണ്ട് കുറേ ഡിഷുകൾ ഉണ്ടാക്കും. ആസാമിലെ മെയിൻ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് മുള എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് 20 രൂപ കൊടുത്തിട്ടാണ് ആൾ ഈ ഒരു മുള അത്രയും മേടിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് 3 മുളയ്ക്ക് 20 രൂപയാണ് മേടിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കടകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യും. ഇത്തിരി സ്ഥലം ഉള്ളിലാണെങ്കിലും ഗൂഗിൾ പേ എല്ലാം വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഐഡിയ സിമ്മ് കൊണ്ട് ആരും, അല്ലെങ്കിൽ BI സിമ്മ് കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഇവിടെ അതിനുള്ള റേഞ്ച് ഇല്ല. ഇവിടെ എയർടെലും പിന്നെ ജിയോയും മാത്രമാണ് ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലെ കാഴ്ച. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് കുറേ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ഇരുന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാം. ഇവിടെ എല്ലാവരും വന്ന് കുളിക്കുന്ന ഒരു സ്പോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മാഗി അല്ല ഇപ്രാവശ്യം മറത്തുന്നത് സ്പൂണാണ് കേട്ടോ. ഇവിടെ പശുക്കളെല്ലാം തീറ്റുന്നുണ്ട്. അപ്പോൾ സ്പൂണിന് വരെ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയുടെ കൊമ്പ് പിടിച്ചിട്ട് ആ കൊമ്പ് കൊണ്ട് മാഗി ഉണ്ടാക്കി തിന്നാനാണ് കേട്ടോ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം സ്പൂൺ ഇല്ലാത്തത് കൊണ്ട് വേറൊരു നിവൃത്തിയില്ല മാഗി കഴിക്കാൻ. അപ്പോൾ അങ്ങനെ മാഗി എല്ലാം ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും മുള ഓടിച്ചു കൊണ്ടുവന്ന് 4 പീസാക്കി എല്ലാവർക്കും കഴിക്കാൻ പത്തിന് സ്പൂണ് പോലെ ആക്കിയിട്ടുണ്ട്. സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈനീസുകാർ ഉപയോഗിക്കുന്ന ടൈപ്പ് പോലത്തെ കേട്ടോ. അപ്പോൾ അതാ ഒരു കോലും കൊണ്ട് മാഗി ഫുള്ള് ഇളക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മൊത്തത്തിൽ 4 പേരാണ് കേട്ടോ ഉള്ളത്. എൻ്റെ സ്റ്റവ് നേരെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് അതിന് ഒരു താങ്ങ് കൊടുത്താൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്യാനാണ് താങ്ങ് കൊടുത്തിരിക്കുന്നത്. അത് ഞെക്കിയാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഇപ്പോൾ 3-4 വട്ടമായിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള പാത്രത്തിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും തികയില്ല എല്ലാവർക്കും. ഇവിടുത്തെ കാലാവസ്ഥ ഇന്ന് വളരെ ചൂടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പാൻറ്റൊക്കെ ഊരി ബർമൂഡ മാത്രം ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വെള്ളത്തിലാണ് നമ്മൾ പാത്രം കഴുകിയത്, ഈ സ്ട്രീമിൻ്റെ സൈഡിൽ തന്നെ. അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി ഏകദേശം 2-3 പേർക്കൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെച്ചു ആദ്യം പ്ലേറ്റിനകത്ത്. അപ്പോൾ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്നത് ധ്രുവോ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ധ്രുവോ.
അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പശുക്കളൊക്കെ പോണ കാണാം. ഇവിടെ ഒരുത്തർ നമുക്ക് മുളയുടെ വടി തിരിച്ച് അതിനെ ഒരു ഫോർക്കാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ. ഇവ മുള തിരിച്ച് ഫോർക്കാക്കാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ചെക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴൊക്കെ വിറക്കിയാണ് കേട്ടോ. അത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെക്കൻ വിറക്കണത്. അവനെ കൊണ്ട് മുളയുടെ ഇത് ഓടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനായാലും പറ്റുന്നില്ല, കാരണം ഇത് പച്ച മുളയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കഴിച്ചത് ഇലയിലാണെങ്കിൽ ഇന്ന് കഴിക്കണത് പ്ലേറ്റിലാണ് കേട്ടോ. അപ്പോൾ 4 പേർക്ക് 4 പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്ലേറ്റിനകത്താണ് ഇപ്രാവശ്യം മാഗി വിളമ്പുന്നത്. ഇതിന് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റിക് എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടാണ് കേട്ടോ പോയേക്കുന്നത്. എനിക്കധികം എരിവില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. ഇവരെല്ലാം നല്ല ചില്ലി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. ഇത് ഭയങ്കര സ്പൈസി കഴിക്കുന്ന ആൾക്കാരാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കണ പോലെ തന്നെ തോന്നുന്നില്ല, കാരണം ഇവരേതോ നമ്മുടെ പഴയകാല ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 2 ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ ഇത്രയധികം ഫ്രണ്ട്ഷിപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. അപ്പം ഞാനൊരു ടൈം ലാപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.